മോഡിക്കേണ്ട ബിസിനസ് ഓപ്പർച്യൂണിറ്റി സെമിനാറിലേക്ക് കടന്നു വന്ന ഏവരെയും ഞാൻ മോഡിക്കേണ്ട പേരിലും ടീം പോസിറ്റീവിന്റെ പേരിലും ആർദ്രമായി സ്വാഗതം ചെയ്യാണ്. ഡിയർ ഫ്രണ്ട്സ്, ഓരോ വ്യക്തികളുടെയും കുടുംബത്തിന്റെയും ജീവിത രീതിയിൽ വളരെ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ബൃഹത്തായ ഒരു അവസരമാണ് മോഡിക്കേണ്ട ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി. ഇത് ഇന്ന് വളരെ ഫാസ്റ്റായി ഇന്ത്യൻ മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗോൾഡൻ എറയാണ് എന്നാണ് ഫിക്കിയും അതുപോലെ തന്നെ മറ്റ് ബിസിനസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന 5 വർഷക്കാലം ഇന്ത്യയിൽ 30 വർഷം തികച്ച ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് മോഡിക്കേർ എന്ന് പറയുന്നത്. ഈ 30 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ മോഡിക്കേറിന് മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതം മാറിയത് ഈ കാണുന്ന വ്യക്തി പറയുന്ന ഒരു ആശയത്തിലൂടെയാണ്. സോച്ച് ബദലോ കുഡ്കോ ബദലോ ദുനിയ ബദലോ. നമ്മൾ നമ്മളുടെ ചിന്തകളും രീതികളും ഒന്ന് മാറ്റാൻ തയ്യാറായാൽ, കാര്യം ഇതുവരെയുള്ള നിങ്ങളുടെ ചിന്തകളും രീതികളും കൊണ്ടും ഉള്ള റിസൾട്ടാണ് ഇന്ന് നിങ്ങൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിലവിലുള്ള രീതികളൊന്ന് മാറിയേ പറ്റൂ. അങ്ങനെ മാറ്റാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് മോഡിക്കേറിന്റെ ഡയറക്ട് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. വെറും സാധാരണക്കാരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം ഇതിനകം തന്നെ മാറ്റിമറിക്കപ്പെട്ടു. ഞാനിവിടെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ പോകുന്നത് നിങ്ങളെപ്പോലെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് ജീവിതം മാറ്റിമറിച്ച ഒരു വലിയ വ്യക്തിയാണ് ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. അദ്ദേഹം മോഡിക്കേറിന്റെ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ട് മോഡിക്കേറിലേക്ക് കടന്നു വരികയും ചുരുങ്ങിയ സമയം കൊണ്ട് മോഡിക്കേറിൽ ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം ഡയറക്ടർ റാങ്ക് എന്ന് പറയുന്ന വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മോഡിക്കേറിന്റെ ടൈറ്റിൽ അച്ചീവ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീം പോസിറ്റീവിന്റെ മഹാരഥനായിട്ടുള്ള മിസ്റ്റർ പ്രകാശ് സാറിനെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം നിരവധി ഇന്റേണൽ ട്രിപ്പുകൾ, ഇന്ത്യക്കകത്തുള്ള ട്രിപ്പുകളും നമുക്ക് ഈ പ്ലാൻ കാണുമ്പോൾ മനസ്സിലാകും. അതിനുവേണ്ടി പ്രത്യേകം കമ്പനി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ വിദേശയാത്രാ ഫണ്ടും കാർ ഫണ്ടും നേടിയെടുത്തുകൊണ്ട് ഏവർക്കും മാതൃകയായി വളരെ സത്യസന്ധമായ പ്രവർത്തന രീതി കാഴ്ചവെച്ചുകൊണ്ട് 100 കണക്കിന് കുടുംബങ്ങളിൽ ഒരു വെളിച്ചമായി അദ്ദേഹത്തിന് ആ കുടുംബങ്ങളെ കൈപിടിച്ചുയർത്താൻ സഹായിച്ചുകൊണ്ട് മുന്നേറുന്ന അവർ ഗ്രേറ്റ് ലീഡർ, പ്ലാറ്റിനം ഡയറക്ടർ മിസ്റ്റർ പ്രകാശ്, ഞാൻ അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് ഗിവ് മൈ വെരി ഗുഡ് ഹാൻഡ് ഓഫ് അപ്ലാസ്. പ്രകാശ് സാർ. താങ്ക് യു സർ. വോയിസ് ഓഡിബിൾ ആണോ? ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ താങ്ക് യു മനോജ് സർ ഫോർ യുവർ സപ്പോർട്ട്. സാർ സംസാരിച്ചോളൂ. ഓക്കെ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ശരിക്കും എന്താ പറയാ, സീറോ ഇൻവെസ്റ്റ്മെന്റിലുള്ള ഒരു പാസീവ് ഇൻകം സോഴ്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് സോഴ്സ് ഉള്ള ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വളരെ ഷോർട്ടാണ്. എന്നാൽ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അതിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പേര് പരിവർത്തനം എന്നാണ്. ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ പരിവർത്തനം എന്നാണ് ഇന്നത്തെ പ്രോഗ്രാം. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും സക്സസ് ഒരു മെയിൻ കാര്യമാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റെക്കഗ്നേഷൻ, നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്ക് അംഗീകാരം, അതുപോലെ തന്നെ ബെസ്റ്റ് കാറ്, ബെസ്റ്റ് വീട്, ഫിനാൻഷ്യൽ ഫ്രീഡം, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറയാ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. ഒരു പ്രവാസിയായിട്ടുള്ള ഒരാള് നല്ല പൈസ ഉണ്ടാവും, നല്ലൊരു ജോബ് കാണും, വീട്ടിൽ നല്ല ഇതിൽ സാമ്പത്തിക ക്യാഷൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ക്വാളിറ്റി ടൈം അദ്ദേഹത്തിന് വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സോട്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? കഴിയണമെന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? ഓട്ടോമാറ്റിക്കലി അവർക്ക് വിദേശ രാജ്യത്ത് ഓൾറെഡി ഫുൾ ടൈം എൻഗേജ് ആയിട്ടുള്ള ജോബ് കാണും.
ടൈം കിട്ടത്തില്ല. പക്ഷെ നമ്മളിവിടെ ഇത്തരത്തിലുള്ള പുതിയ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാളിറ്റി ടൈം നമുക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്യാം, നമുക്ക് നല്ല സമയം ഇഷ്ടം പോലെ കിട്ടും, ധാരാളം വരുമാനവും കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ലൈഫിലൊരു കമ്മിറ്റ്മെന്റ് ആണ് ഈ നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സാർ ഒന്ന് സ്ലൈഡ് നെക്സ്റ്റ്. യെസ്. അപ്പൊ ഇപ്പൊ കാണുന്ന ഈ സ്ലൈഡ് നമ്മളൊന്ന് ശരിക്കും വണ്ടർഫുൾ ആയിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ ഒരു ഭാഗവാക്കായിരിക്കും. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? നമുക്ക് മനസ്സിലാക്കാം, നമുക്കൊരു ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്യണതിന് ഒരു 30-35 രൂപ ആ നിർമ്മാണത്തിന് എക്സ്പെൻസ് ആവുമെങ്കിൽ ആ ഉൽപ്പന്നം ഒരു ഉപഭോക്താവ്, ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു ഉപഭോക്താവിലോട്ട് ഇത് എത്തുമ്പോൾ ഇത് 100 രൂപയാവുകയാണ്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിന്റെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 35 രൂപ ഉൽപ്പന്നം ഒരു ഡിസ്ട്രിബ്യൂട്ടറിലോട്ട് എത്തുമ്പോൾ തന്നെ അത് 45 ആവും, ഹോൾസെയിൽ ഡീലറിലോട്ട് പോകുമ്പോൾ അത് 65 ആവും, ഒരു റീറ്റെയിലോട്ട് പോകുമ്പോഴത്തേക്ക് അത് 75 രൂപയാവും. ദെൻ നമ്മളെ പോലത്തെ ഉപഭോക്താക്കളാവുമ്പോൾ 100 രൂപയാവുകയാണ്. അപ്പൊ ഇതിന് രണ്ട് റീസണേ ഉള്ളൂ. ഒന്ന് മിഡിൽ മാൻ, മീഡിയേറ്റേഴ്സ്, ഇടനിലക്കാര്. മറ്റൊന്ന് അഡ്വർടൈസ്മെന്റ്, പരസ്യം. അപ്പൊ ഈ മീഡിയേറ്റേഴ്സും അഡ്വർടൈസ്മെന്റും പോയി വരുമ്പോഴത്തേക്കും 35 രൂപയുടെ സാധനം 100 രൂപയാവുകയാണ്. എന്നാൽ നേരെ ഇങ്ങോട്ട് താഴോട്ട് ഡയറക്ട് സെല്ലിങ്ങോട്ട് വന്ന് നോക്കണം. നമുക്ക് നല്ല ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഉൽപ്പന്നം നിർമ്മിക്കും. ഈ ഉൽപ്പന്നം ഡയറക്റ്റ് ആയിട്ട് നമ്മളെ പോലത്തെ ഉപഭോക്താവിലോട്ട് വരെയാണ്. ഇവിടെ അഡ്വർടൈസ്മെന്റും ഇല്ല, മീഡിയേറ്റേഴ്സും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ഉൽപ്പന്നം വരും. അപ്പൊ എന്താ അഡ്വാൻറ്റേജ്? രണ്ട് അഡ്വാൻറ്റേജ്. ഒന്ന്, ക്വാളിറ്റി ഉൽപ്പന്നം നമുക്ക് യൂസ് ചെയ്യാം, അതുവഴി നമുക്ക് ഹെൽത്തും ക്വാളിറ്റി ബയേഴ്സ് ആയിട്ട് മാറാൻ പറ്റും. ദെൻ ഈ ഉൽപ്പന്നം നമ്മൾ വാങ്ങി യൂസ് ചെയ്യുകയും ഈ ഉൽപ്പന്നം റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിന്റെ അഡ്വർടൈസ്മെന്റിന്റെയും മീഡിയേറ്റേഴ്സിന്റെയും വരുമാനം നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മളിലോട്ട് എത്തും. അത് നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലോട്ട് കൺവേർട്ട് ചെയ്യാനും ലൈഫിലെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനും ലൈഫിൽ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട് സെല്ലിങ്ങിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ അഡ്വാൻറ്റേജ്. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ ഡയറക്ട് സെല്ലിങ്ങിന് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. കാരണം എന്തുകൊണ്ടാണ്? അഡ്വർടൈസ്മെന്റും മീഡിയേറ്റേഴ്സിന്റെയും ബെനിഫിറ്റ് നമുക്ക് വരും. ടൈംസ് ഓഫ് ഇന്ത്യ നല്ലൊരു ന്യൂസ് ഇതാണ്. ഇപ്പൊ ഇതിനകത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഗ്രോസ് 12%, ക്രോസിംഗ് 21,000 കോടിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ടേൺ ഓവർ. അതൊരു നല്ല ടേൺ ഓവർ ആണ്. പക്ഷെ നമ്മൾ മറ്റ് രാജ്യങ്ങൾ നോക്കിയാൽ, ഇപ്പൊ നമ്മൾ ചൈന ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ 2 ലക്ഷം കോടി നമ്മുടെ ടേൺ ഓവർ. ഇവിടെ ജസ്റ്റ് 21,000 കോടി ടേൺ ഓവർ ആയതേ ഉള്ളൂ. വേൾഡിൽ തന്നെ USA-യിലാണ് ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ബൂമിംഗ് നടക്കുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ഒരു ബൂമിംഗ് തുടക്കം കുറിച്ച് ഇതിന്റെ ഒരു ഗോൾഡൻ ടൈമാണ് ഇനി പറഞ്ഞത്. ഇനിയുള്ള കാലം ഗവൺമെന്റ് എല്ലാം സജ്ജീകരണത്തിലോട്ട് എത്തി. അപ്പോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ കാൽവയ്പ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയാണ്. അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലോ ഇന്ത്യയിലെ ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി കെയർ ആണ്, ബൈ സമീർ മോദി. സമീർ മോദി സാർ വഴിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ജെന്യുവൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ മോദി കെയറിന്റെ ഒരു ഫൗണ്ടർ ഗ്രൂപ്പാണ് മോഡി ഗ്രൂപ്പ്. മോഡി ഗ്രൂപ്പാണ് ഇതിന് ശക്തി. മോഡി കെയറിന്റെ ശക്തി മോഡി ഗ്രൂപ്പാണ്. ഒരു വലിയ വടവൃക്ഷത്തിന്റെ ഒരു ബ്രാഞ്ച് പോലെയാണ് മോഡി കെയർ. അപ്പൊ മോഡി ഗ്രൂപ്പ് ഇന്ത്യയിൽ വന്നിട്ട് 92 വർഷമായി. 92 വർഷത്തെ ലെഗസിയാണ് മോഡി ഗ്രൂപ്പിനുള്ളത്. 1933 ഒരു ഷുഗർ മില്ല് സ്റ്റാർട്ട് ചെയ്യണത്. ഫൗണ്ടർ എന്ന് പറയുന്ന റായി ബഹദൂർ ഗുജർമാൽ മോഡിയാണ്. അദ്ദേഹം ഷുഗർ മില്ല് സ്റ്റാർട്ട് ചെയ്തു, 27 ഇൻഡസ്ട്രികളെ ഡെവലപ്പ് ചെയ്തു. ഇദ്ദേഹത്തിന് പത്മഭൂഷണം കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനാണ് കൃഷ്ണകുമാർ മോഡി, KK മോഡി എന്ന് പറയും. അദ്ദേഹമാണ് ഇപ്പൊ 125 രാജ്യങ്ങളിലോട്ട് ഓൾ ഓവർ വേൾഡ് മോദി ഗ്രൂപ്പിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിച്ചത്. KK മോഡി സാറിന്റെ മകനാണ് നമ്മുടെ പ്രസിഡന്റ് സമീർ മോദി സാർ. അദ്ദേഹമാണ് മോദി കെയർ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സമീർ മോദി സാറാണ് ഈ ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ കൺട്രോൾ ഉള്ള IDSA, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഫസ്റ്റ് മെമ്പറാണ് നമ്മുടെ സമീർ മോദി സാറ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് കമ്പനിയാണ് മോദി കെയർ. പിന്നെയാണ് മറ്റ് ജെന്യുവൻ കമ്പനികളെല്ലാം ഇന്ത്യയിൽ പറഞ്ഞത്. നമുക്ക് പ്രോഡക്ട്സിലോട്ട് പോവാം. ഭയങ്കര എഫക്റ്റീവ്, നമ്മളെ ബിസിനസ്സിലോട്ട് നയിക്കുന്നത് തന്നെ ഈ പ്രോഡക്ട്സ് ആണ്. ഈ ഇത്രയും ഡിവിഷനിലുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ പ്രോഡക്റ്റ് എല്ലാം പ്രത്യേക സവിശേഷ ഗുണമേന്മയുള്ള ഉൽപ്പന്നമാണ്. എന്ന് പറഞ്ഞാൽ 1 ടൈം യൂസ് ചെയ്താൽ വീണ്ടും ആ ഉൽപ്പന്നം നമുക്ക് റെഗുലർ ആയിട്ട് ഉൽപ്പന്നം യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. കാരണം ബിക്കോസ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഇതിനകത്ത് കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഡിവിഷനാണ് വെൽനസ് ഡിവിഷനിൽ തന്നെ ഇപ്പൊ കുറേ സെഗ്മെന്റ് ഉണ്ട്. ഷേപ്പ് ഷിഫ്റ്റ് എന്ന്, ഷിഫ്റ്റ് ലൈഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞ്, പിന്നെ വെൽനസ് പ്രോഡക്റ്റ്. ഇത് ജനറലായിട്ട് ഞാൻ പറയാം,
നമ്മുടെ ഹോൾ ബോഡി, നമ്മളെ ബോഡിയുടെ നല്ല ഹെൽത്തി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി മെറ്റാബോളിസം, ബോഡിയിലുള്ള അവയവങ്ങൾ, നമ്മൾ ഇന്റേണൽ ഓർഗൻസ് എല്ലാം നല്ല പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഹെൽത്തി മെറ്റാബോളിസം എന്ന് പറഞ്ഞാൽ. അതിനെ സഹായിക്കുന്ന ഡിവിഷനാണ് വെൽനസ്. ഇതിനകത്ത് എല്ലാം ഉണ്ട്. ശരീരം സ്ലിം ആവാനും, സർ ശരീരം വോയിസ് കേൾക്കാമല്ലോ. വോയിസ് കേൾക്കാം സാറിന്റെ വീഡിയോ. വീഡിയോ ഒരു കോൾ വന്നു, അതാണ്. കുഴപ്പമില്ല. ഡൺ. അപ്പൊ നമുക്ക് ഇത് ബോഡി നമ്മളെ ഫാറ്റ് എല്ലാം റെഡ്യൂസ് ചെയ്യാനുള്ള ഉൽപ്പന്നമുണ്ട്, ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ്. ഷിഫ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് വെൽനസിന്റെ തന്നെ മോഡേൺ ജ്യൂസ്, സിറപ്പ്, ആ ഡിവിഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഷിഫ്റ്റ് ലൈഫ് എന്നുള്ള ഒരു സീരീസ്. അതിന് ഷിഫ്റ്റ് ലൈഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് നല്ല ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള പ്രോട്ടീന്, പ്രീ വർക്കൗട്ട്, പ്രോ വർക്കൗട്ട്, പിന്നെ അതുപോലെ തന്നെ എൻഡോറൻസിന് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം ഈ ഷിഫ്റ്റ് ലൈഫ് പെർഫോമൻസിൽ ഉണ്ട്. അതുപോലെ തന്നെ മേക്കപ്പ്, സ്കിൻ കെയറും, അതുപോലെ തന്നെ കളർ ആൻഡ് കോസ്മെറ്റിക് ഡിവിഷൻ. ഇന്ന് ബ്യൂട്ടിയുടെ കൺസെപ്റ്റേ മാറി, ഒരുപാട് മാറി. കാരണം ഈ ന്യൂ ജനറേഷനൊക്കെ എന്ന് പറഞ്ഞാൽ അവര് നോർമലി അവരുടെ ഒരു ബ്യൂട്ടി സെഗ്മെന്റിൽ ലിപ്സ്റ്റിക്, ലേഡീസ് ആണെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യും, ജെന്റ്സ് ആണെങ്കിൽ അവര് ഇപ്പൊ ഫേസ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ് വാഷ് ഒക്കെ കോമൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള മേക്കപ്പിന്റെ ഒരു ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്കിൻ കെയർ, നമ്മുടെ ശരീരം തന്നെ ഏറ്റവും വലിയ അവയവമാണ് സ്കിൻ. സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടി അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഫേസ് വാഷ്, ഫെയർനെസ് ക്രീം, അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീം, അതുപോലത്തെ ഉൽപ്പന്നങ്ങൾ, സ്കിൻ കെയർ. ദെൻ ഫുഡ് ആൻഡ് ബെവറേജ്. ഓപ്പൺ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ മായം ചേർന്ന് നിന്ന് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫുഡ് ആൻഡ് ബെവറേജ്. നമുക്കിവിടെ നല്ല കുക്കിംഗ് ഓയിൽ ഉണ്ട്, റൈസ് ഉണ്ട്, തേയിലയുണ്ട്, ഇതുപോലെ അല്ലെങ്കിൽ നമുക്ക് നല്ല പഞ്ചസാരയുണ്ട്, നല്ല ക്വാളിറ്റി പഞ്ചസാര, നമുക്ക് സ്റ്റീവിയ പൗഡർ എന്ന് പറയും. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ട്, എല്ലാ മസാലകളുണ്ട്, എല്ലാം ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ ഹെൽത്ത് ഡേ ടു ഡേ ഇമ്പ്രൂവ് ചെയ്യും. കാരണം മായം ഇല്ലാത്ത ഫസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നം നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ കെയർ, ബ്രഷ്, പേസ്റ്റ്, അതുപോലെ തന്നെ സോപ്പ്, അല്ലെങ്കിൽ ഹെയർ ഡൈ, അല്ലെങ്കിൽ ഹാൻഡ് ആൻഡ് ബോഡി ലോഷൻ, അങ്ങനെയുള്ള പേഴ്സണൽ കെയർ ഉണ്ട്. അഗ്രികൾച്ചർ ഉണ്ട്, പ്ലാന്റിന്റെ തന്നെ കൂടുതൽ അതിന്റെ വേരിന് ശക്തി കിട്ടാനും കൂടുതൽ കായ്ക്കാനും പൂക്കാനൊക്കെ വേണ്ടിയുള്ള അഗ്രി ഡിവിഷൻ ഉണ്ട്. ജ്വല്ലറി ഉണ്ട്, അമോലി എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. ശരിക്കും ഗോൾഡ് പ്ലാറ്റഡ് ആയിട്ടും സിൽവർ പ്ലാറ്റഡ് ആയിട്ടുള്ള ഡിഫറന്റ് ആയിട്ടുള്ള എലഗന്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണത്. അതുപോലെ തന്നെ ഹോം കെയർ ഉണ്ട്, വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉള്ള ഹോം കെയർ. ഓട്ടോ കെയർ ഉണ്ട്, വണ്ടിയെ വാഷ് ചെയ്യാനും അതിന്റെ ഗ്ലേസിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓട്ടോ കെയർ ഉണ്ട്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് എയർ പ്യൂരിഫൈ ചെയ്യേണ്ട ഉൽപ്പന്നമുണ്ട്. അതുപോലെ തന്നെ SM വാച്ചസ്, സമീർ മോദി വാച്ചസ്, നല്ല ബ്രാൻഡ് വാച്ചസ് നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ലേഡീസിനും ജെന്റ്സിനും ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡഡ് വാച്ചസുകൾ നമുക്കുണ്ട്. അതുപോലെ ലോണ്ടറി കെയർ, വസ്ത്രങ്ങൾ കഴുകാനും ക്ലീൻ ചെയ്യാനും അതിലുള്ള കറകൾ മാറ്റാനും ഒക്കെ ഉള്ള ലോണ്ടറി കെയർ ഉൽപ്പന്നങ്ങളുണ്ട്. അവിടെ അതേഴ്സ്, ക്ലോക്ക് അല്ലെങ്കിൽ ബാഗ് അല്ലെങ്കിൽ എന്താണ് ഹെഡ്ഫോൺ, അതുപോലത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതേഴ്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് അഗർബത്തി ഡിവിഷൻ ഇങ്ങനെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ 800 മുകളിൽ ഉൽപ്പന്നമുണ്ട്. ഇനി ഒരു വലിയ ഡിവിഷനിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരാൻ പോകുന്നു, അതിന്റെ എല്ലാം ഓൺ ദ വേയിലാണ്. അപ്പോ നമുക്ക് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് മോഡി വേ എന്ന് പറയുന്നത്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള, ഞാൻ ആദ്യം വെൽനസിൽ പറഞ്ഞ പോലത്തെ ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലാണ് ഷിഫ്റ്റ് ലൈഫ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സോൾ ചെഫ് എന്ന് പറയുന്ന എന്താണ് കിച്ചണിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ, ഫോറസ്റ്റ് നെക്ടർ എന്ന് പറയുന്ന സ്കിന്നിലും ഒക്കെ ഉപയോഗിക്കാൻ, മുടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ നമുക്ക് ബിസിനസിനെ പെട്ടെന്ന് അതിമധുരമാക്കാൻ ഫാസ്റ്റായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇനിയാണ് നമുക്ക് ഇൻകം. ഈ ഉൽപ്പന്നങ്ങളെ പ്രോപ്പറായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻകം സോഴ്സ് ഓപ്പൺ ചെയ്യും. അതിനാണ് സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ. ഏറ്റവും അഡ്വാൻസ്ഡ് പ്ലാൻ ആണ് ഇത്. സമീർ മോദി സാറിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ഇൻഫിനിറ്റി പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇൻഫിനിറ്റി പ്ലാൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ശരിക്കും കമ്പനിയുടെ ബിസിനസ് വോളിയത്തിന്റെ 72% ആണ് പേ ഔട്ട്. ഒരു 11 തരം ഇൻകം ഉണ്ട്. സേവിംഗ് ഉണ്ട്, ആക്ടിവേഷൻ ബോണസ് ഉണ്ട്, ഡയറക്ടർ ബോണസ്, വെഹിക്കിൾ ബോണസ്, നാഷണൽ ട്രാവൽ ബോണസ്, മെന്റർഷിപ്പ് ബോണസ്, വലിയ ഇൻകം ആണ്. വേൾഡ് ട്രാവൽ ബോണസ്, ലക്ഷറി കാർ ബോണസ്, ഡ്രീം ഹൗസ് ബോണസ്, റെഡ് ഡയമണ്ട് ക്ലബ് ബോണസ്, ബ്ലൂ ഡയമണ്ട് ക്ലബ് ബോണസ്, ഇങ്ങനെ 11 തരത്തിലുള്ള ഡിവിഷനിലുള്ള ബോണസ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ മോദി കെയറിനകത്ത് ഈ ഏണിങ്സ് മാത്രമല്ല, വരുമാനം മാത്രം കിട്ടുന്ന ഒരു ജോബ് പോലെ അല്ല. ഇതിനകത്തൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ബോണസ് ഉണ്ട്. അതിനകത്താണ് നാഷണൽ ട്രാവൽ ബോണസ്, അതല്ലെങ്കിൽ ഡ്രീം കാർ ഫണ്ട്,
ഹൗസ് ഫണ്ട്, വേൾഡ് ടൂർ, ഇങ്ങനെയൊക്കെ ഉള്ള ഡിവിഷനിലും നമുക്ക് ഫണ്ടുകളുണ്ട്. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ നെക്സ്റ്റ് ലെവലോട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കും. ഇതെല്ലാം സമീർ മോദി ഇൻഫിനിറ്റി പ്ലാൻ അത് ഇൻ ബിൽഡ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് നെക്സ്റ്റ് ലെവലോട്ട് ലൈഫ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടു ഏൺ പെർ മന്ത്, എല്ലാ മാസവും നമുക്കൊരു സോഴ്സ് വേണം. ആ സോഴ്സ് വലിയൊരു സോഴ്സായി മാറുമ്പോഴാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നത്. അതിന് നമ്മളൊരു ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഷിഫ്റ്റ് ഷോപ്പ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മോഡി കെയർ ഷോപ്പിലോട്ട് വരണം. മോഡി കെയർ സ്റ്റോക്ക് പോയിന്റ് ഒരു 3000 രൂപയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3000 അബോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പഠിക്കണം. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് ഇഷ്ടംപോലെ കോണ്ടാക്ട്സ് ഉണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ഒരു 4 പേരെ, അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെ ഈ ബിസിനസ്സിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 3000 പർച്ചേസ്, അതിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ് നമുക്ക് നോക്കാം. ബെനിഫിറ്റ് ഓഫ് ആസ് എൻ അഡ്വൈസർ, ഒരു 3000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം 990 രൂപ, ഏകദേശം 1000 രൂപയോളം ഓൺ ദ സ്പോട്ട് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുകയാണ്. കാരണം 33% റിറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. 3000 രൂപയ്ക്ക് എടുക്കുമ്പോൾ ഒരു 1000 റുപ്പീസോളം റിറ്റെയിൽ പ്രോഫിറ്റ് വരുന്നുണ്ട്. 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 300 രൂപയുള്ള റീപർച്ചേസ് ഓഫർ വരുന്നുണ്ട്. 10% റീപർച്ചേസ് ഓഫർ ഉണ്ട്, അത് നമുക്ക് ലഭിക്കും. ദെൻ ലോയൽറ്റി പ്ലസ്, ഏറ്റവും അട്രാക്റ്റീവ് ലോയൽറ്റി പ്ലസ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഓൾമോസ്റ്റ് 750 രൂപ നമുക്കത് കിട്ടണം. അപ്പൊ ഈ പർച്ചേസിന്റെ ബെനിഫിറ്റ് തന്നെ 68% ആണ് നമ്മുടെ ബെനിഫിറ്റ്. അതായത് 2040 രൂപ, 3000 രൂപ പർച്ചേസ് ചെയ്യുമ്പോൾ 2040 രൂപ നമുക്ക് പല ആനുകൂല്യങ്ങൾ നമ്മുടെ കയ്യിൽ വരെയാണ്. എന്ത് സാർ? അതിന്റെ കൂടെയാണ് ഇപ്പൊ ആക്ടിവേഷൻ ബോണസ് എന്ന് പറഞ്ഞുള്ള ഒരു വണ്ടർഫുൾ ബോണസ് മോഡി കെയറിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു 50 PV ചെയ്താൽ പോലും ആ മാസം നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് വരും. നമുക്കത് നോക്കാം. ആക്ടിവേഷൻ ബോണസ് ശരിക്കും ഇത് ഒരു ഷെയർ ഇൻകം ആണ് നമുക്ക് പറയുന്നത്. ആക്ടിവേഷൻ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതി. നമുക്കൊന്ന് പേഴ്സണലായിട്ട് പർച്ചേസ് ചെയ്യുന്നതിന്റെ ആക്ടിവേഷൻ ബോണസ്, ദെൻ നമ്മളെ ടീമിനകത്തുള്ള മെമ്പേഴ്സിൽ നിന്ന് വരുന്ന ആക്ടിവേഷൻ ബോണസ് നമുക്ക് നോക്കാം. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 20 PV നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെയർ നമുക്ക് ലഭിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ബ്രോൺസ് അഡ്വൈസർ ആവുകയാണ്. ദെൻ നമ്മളൊരു 50 PV അതിന് മേലെയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിൽവർ അഡ്വൈസർ ആവും, നമുക്ക് 2 ഷെയർ കിട്ടും. എന്നാൽ നമ്മളൊരു 100 PV ആൻഡ് എബോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് അഡ്വൈസർ ആവുകയാണ്, നമുക്ക് 3 ഷെയർ കിട്ടും. 200 രൂപയിൽ മുകളിൽ നമുക്ക് തന്നെ നമ്മൾ പേഴ്സണൽ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വരുമാനം നമ്മൾക്ക് വരും. 50 PV ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് വന്നിരിക്കും. അപ്പൊ ഇതൊക്കെ മുമ്പ് ഇതില്ല. മുമ്പ് നമുക്ക് പവർ ഓഫ് 4 ബോണസേ ഉള്ളൂ. പക്ഷെ ഇതിപ്പോ ഒരു ബിഗിനറിന് വരെ ഫസ്റ്റ് മന്ത് നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് വാങ്ങാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഒരു ഫ്രണ്ട് ലൈൻസ് 2 പേര് 20 PV ചെയ്യുകയാണെങ്കിൽ 1 ഷെയർ കിട്ടും. അത് 3 പേരെ ആവുകയാണെങ്കിൽ 2 ഷെയർ വരും. 4 പേരും അതിന് മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 3 ഷെയർ. പേഴ്സണലി ഒരു 20 PV വെച്ച് ചെയ്യുന്ന ഒരു 4 പേരോ അതിന് മുകളിലോട്ട് വന്ന 3 ഷെയർ അഡീഷണൽ കിട്ടും. അപ്പൊ അതൊരു നല്ലൊരു ഏണിങ്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന്റെ ബോണസ് എല്ലാം വരുന്നത് അടുത്ത മാസം 10-ാം തീയതിയാണ് ഇതിന്റെ ബോണസ് വരുന്നത്. ദെൻ ബിക്കം എ ഡയറക്ടർ. നമ്മുടെ ടീം നമ്മൾ ഇതിനകത്തൊരു 50 PV അറ്റ്ലീസ്റ്റ് ക്വാളിറ്റി ഒരു 100 PV ആണ്. 100 PV നമ്മൾ ചെയ്യുന്ന ഒരു ലീഡറായിട്ട് നമ്മൾ മാറുക. 4 ടീം ബിൽഡ് ചെയ്യുന്ന ലീഡറായിട്ട്, 4 ടീമിനെ നമ്മൾ മേക്ക് ചെയ്യുന്ന ആളായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും? ഒരു ഡയറക്ടറായി മാറും. ഡയറക്ടറായി കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഒരു 5000 മുകളിൽ മിനിമം, അതൊരു സ്റ്റാർട്ടിങ് ഇൻകം ആണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ഒരു പ്രോപ്പർ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 5000 മുകളിൽ ഇൻകം കാണും. 4 ബിസിനസ് പാർട്ട്നേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഡയറക്ടറിനെ ബിൽഡ് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, ബി ആൻ എക്സാമ്പിൾ. നമ്മൾ ചെയ്യാതെ നമ്മൾ ടീമിൽ നമുക്കൊന്നും അവകാശപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഉൽപ്പന്നങ്ങളെ പർച്ചേസ് ചെയ്യണം. നമുക്ക് അതിൽ ട്രസ്റ്റ് വേണം. പിന്നെ ഹെൽപ്പ് ചെയ്യണം ടീമിന്. നമ്മളെ കൂടെ നിൽക്കുന്ന 4 ടീമിന് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് എന്തെല്ലാം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ കൂടെ നിൽക്കണം. അവരെ എൻകറേജ് ചെയ്യിപ്പിക്കണം. അങ്ങനെ 4 പേരോടെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ടീമിനകത്ത് ഡയറക്ടേഴ്സ് വരും. മോർ ഡയറക്ടേഴ്സ്, കൂടുതൽ ഡയറക്ടേഴ്സ് വരുന്തോറും നമുക്കുള്ള വരുമാനം ഗ്രോ ചെയ്യാനായിട്ട് കാണാൻ പറ്റും. അതാണ് അപ്പം ഡയറക്ടേഴ്സിനെ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാറ്റിനം ഡയറക്ടർ, ഇതൊരു പ്രസ്റ്റീജിയസ് ടൈറ്റിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം കമ്പനിയുടെ 11 തരം വരുമാനത്തിൽ 9 തരം വരുമാനവും വരുന്ന ഒരു പൊസിഷനാണ് പ്ലാറ്റിനം ഡയറക്ടർ. എന്റെ പൊസിഷനാണ് പ്ലാറ്റിനം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ
നമ്മുടെ 4 ബിസിനസ് പാർട്ട്നേഴ്സിനെ ഡയറക്ടർ ആക്കി കഴിയുമ്പോൾ നമ്മൾ പ്ലാറ്റിനം ഡയറക്ടർ ആവും. നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു, നമ്മുടെ കൂടെയുള്ള 4 പേരെ, നമ്മളെ കൂടെയുള്ള ഡയറക്റ്റ് ഫ്രണ്ട് ലൈൻസ് 4 പേരെ നമ്മൾ ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ പ്ലാറ്റിനം ഡയറക്ടറാണ്. ഒരു 15,000 മുകളിൽ നമുക്ക് വരുമാനം ജെന്യൂനായിട്ട് കാണും. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് മോദി കെയറിനകത്ത് 1 ലക്ഷം 1 ലാക്ക് മിനിമം ഇൻകം വാങ്ങണമെങ്കിൽ ഇതിനകത്ത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ ഒരു നല്ലൊരു ഇൻകം ഉണ്ട്. ആ ഇൻകത്തിന്റെ പേരാണ് മെന്റർഷിപ്പ് ബോണസ്. മെന്റർഷിപ്പ് ബോണസ് ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ ആണ്. നമ്മുടെ ടീം 4 ബിസിനസ് പാർട്ട്നേഴ്സ് ഉള്ള 4 ടീം, വലിയ ടീം ഉണ്ടെങ്കിൽ ഓരോ ടീമിലും 3 ലീഡർഷിപ്പ് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഓരോ ടീമിലും ഡയറക്ടർ ആൻഡ് എബോ ആയിട്ടുള്ള 3 ലീഡർഷിപ്പിനെ നമ്മൾ കണ്ടെത്താൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 1 ലാക്ക് ക്രോസ് ചെയ്യും. നമുക്ക് 97,200 ബിസിനസ് ഓൾ ചെയ്യാം. 3,600 PV, അതൊരു പോയിന്റ് ആണ്, നമുക്ക് പഠിക്കാം. അത് നമുക്ക് ഇനി ട്രെയിനിങ്ങിൽ പഠിക്കാം. അങ്ങനെ ഒരു 3,600 PV ഒരു ലെഗിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഗിൽ നിന്ന് മെന്റർഷിപ്പ് ബോണസ് വരും. അങ്ങനെ ഒരു 4 ലെഗിൽ മെന്റർഷിപ്പ് ബോണസ് ഉണ്ടാക്കിയാൽ നമ്മൾ 1 ലാക്ക് ഇൻകം ക്രോസ് ചെയ്യും. വെരി സിമ്പിൾ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ 4 ബിസിനസ് പാർട്ട്നേഴ്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അവർക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി അവരെ ടീമിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ട് വരും, 4 മെന്റർഷിപ്പ് ബോണസ് വരും. ദെൻ ഫൈനലായിട്ടുള്ള 2 ഇൻകം ആണ് റെഡ് ഡയമണ്ട് ക്ലബ് ബോണസ്, ബ്ലൂ ഡയമണ്ട് ക്ലബ് ബോണസ്. ഇതൊരു ലക്ഷറിയാണ്. ഇത് റെഡ് ഡയമണ്ട് ക്ലബ് ബോണസ് പറഞ്ഞാൽ 4% ആണ്. നമ്മുടെ ടീമിന്റെയും 4% പൂൾ ഷെയർ ആണ്. വലിയ ഇൻകം ആണ്. കാരണം മേപ്പോട്ട് പോകും തോറും മെജോറിറ്റി ആൾക്കാർ ഉണ്ടാവില്ല. ലീഡർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്നവരെ മേപ്പോട്ട് ഉണ്ടാവും. അപ്പോൾ അവിടെ 4%, 3% പറഞ്ഞാൽ വലിയ ഇൻകം ആണ്. അതുപോലെ തന്നെ ബ്ലൂ ഡയമണ്ട് ക്ലബ് ബോണസ് 3%. ഇപ്പൊ എനിവേ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഈ അവസരം നമ്മൾ പഠിച്ചെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇതിനെന്ത് ചെയ്യുക, നമ്മൾ നോളജ് എടുക്കുക. സിസ്റ്റം ഫോർ സക്സസ് എന്ന് പറഞ്ഞാൽ എന്റെ ലീഡർ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ബുക്കാണ്. അപ്പൊ അദ്ദേഹം 10-25 വർഷത്തിന് മേലെ ഉള്ള എക്സ്പീരിയൻസിനെ ഒരു ബുക്കിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബുക്കിനെ നമുക്ക് പർച്ചേസ് ചെയ്യാം, നമുക്കിത് പഠിക്കാം. പഠിച്ചുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൽ നമ്മൾ ടീമിന്റെ കൂടെ നമ്മൾ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് തിയറട്ടിക്കലി പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലീഡർഷിപ്പിലോട്ട് വരാൻ പറ്റും, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കാൻ പറ്റും. കാരണം ഓൾറെഡി നോളജ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ലെന മേഡം ട്രിവാൻഡ്രത്തുള്ള ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു സമ്മേളനത്തിന് പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിലാണ്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയിൽ നിന്നും ഒരു ബെസ്റ്റ് എന്റർപ്രനർ അവാർഡ് വാങ്ങുന്ന ഒരു പ്രോഗ്രാമാണ്. എനിവേ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഈ ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിനകത്ത് റെഡി ആണോ എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഈക്വൽ ആണ്, ഒരേപോലെയാണ് ഓപ്പർച്യൂണിറ്റി. പക്ഷെ നമ്മൾ റെഡിയാണോ? നമുക്ക് പാസ്റ്റും ഉണ്ട്, ഫ്യൂച്ചറും ഉണ്ട്, പ്രസന്റും ഉണ്ട്. ഈ പ്രസന്റിൽ നമ്മൾ നന്ദിയുള്ളവരാണോ? ഈ നിമിഷം നമ്മൾ ഹാപ്പിയും നന്ദിയുള്ള ആളാണെങ്കിൽ നമ്മുടെ മൂഡ് ഈസ് ഓക്കെ. ദെൻ നമുക്ക് നമ്മുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സക്സസ്, ഡയറക്ട് സെല്ലിങ്ങിനകത്ത് ഒരുപാട് സക്സസ് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്നാൽ പാസീവ് ഇൻകം സോഴ്സ് ആണ് ഡയറക്ട് സെല്ലിംഗ്. ഇതിനെ ഏറ്റെടുക്കുന്നതിലാണ് ഇമ്പോർട്ടന്റ്. കാരണം വേൾഡിൽ തന്നെ, ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു നല്ല ജെന്യുവൻ കമ്പനിയിൽ നമ്മൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേൾഡിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബിസിനസ് സാധ്യതയാണ്. കാരണം ഇന്ന് ക്രോസ് മുടക്കിയിട്ട് നമുക്ക് ക്രോസ് ഓഫ് ഇൻകം റിട്ടേൺ കിട്ടാത്ത ഒരു കാലമാണ്. കാരണം അത്രയും കോമ്പറ്റീഷനാണ്. ഇവിടെ നമ്മൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത, ഇൻ ഫ്യൂച്ചർ എന്താണ് ഡയറക്ട് സെല്ലിംഗ് ഈ ലോകത്ത് സംഭവിക്കാൻ പോണത്, ഇതിന്റെ ഫ്യൂച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ നമ്മുടെ സ്കില്ലും നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്ത് ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് ലിവറേജ് ആണ്. ഒറ്റയ്ക്കുള്ള പണിയെടുപ്പല്ല, ഇതൊരു ടീമായിട്ടുള്ള വർക്കാണ്. വലിയ സക്സസ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള പ്രസന്റ് ടൈം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഇയറയാണ്, ഏറ്റവും സാധ്യതയുള്ള സമയമാണ്. കാരണം ഗവൺമെന്റും എല്ലാം ഡയറക്ട് സെല്ലിങ്ങിനെ ഇന്ത്യക്ക് അത് പ്രൊമോട്ട് ചെയ്യാണ്. എത്രത്തോളം ബിസിനസിനെ ഫാസ്റ്റ് ആയിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കമ്പനികൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത്
ഡ്രൈവ് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ ഇത് നമ്മൾ ഈ സമയം നമ്മൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യണത്, നമ്മുടെ ടീമിലായിരിക്കും ഏറ്റവും കൂടുതൽ സക്സസും ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ്സും ഉണ്ടാവുന്നത്. എനിവേ, താങ്ക് യു മനോജ് സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രകാശ് സാർ. വളരെ വളരെ വണ്ടർഫുൾ ആയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി കൃത്യമായി ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. പ്ലീസ് ഗിവ് എ വെരി ഗുഡ് ഹാൻഡ് ഓഫ് ക്ലാസ്. എന്റെ ടീമില് വളരെ കമ്മിറ്റഡ് ആയി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് പ്രകാശ് സാർ. അതുപോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ധാരാളം ലീഡേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. അതിൽ ഏറ്റവും മികച്ച് മുന്നിൽ നിന്ന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് ടീമിനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. ആർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ, ഇങ്ങനെ ഒരു പ്രസന്റേഷൻ സാറ് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ ചെയ്തതിൽ തീർച്ചയായിട്ടും വളരെ നന്ദിയുണ്ട്. ടീം പോസിറ്റീവയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ സാറിന് നൽകുകയാണ്. സോ ഡിയർ ലീഡേഴ്സ്, എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ശക്തമായ ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആൾക്കാരില്ല. പക്ഷെ ആരാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് മനസ്സിലാക്കി ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. കാര്യം ലോകത്ത് 3 തരത്തിലുള്ള ആൾക്കാരാണുള്ളത്. ഒന്ന്, അവസരങ്ങൾ കണ്ടു കഴിയുമ്പോൾ നോക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അവരെപ്പോഴും റെഡി ആയിരിക്കും, പക്ഷെ ഒരിക്കലും ചെയ്യത്തില്ല. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരത് കണ്ടിട്ട് ഞെട്ടുന്ന ആൾക്കാരായിരിക്കും. അവർ സ്വന്തമായി ചെയ്യത്തില്ല, എപ്പോഴും ഞെട്ടിക്കൊണ്ടിരിക്കും. അവർക്കും ഒരിക്കലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല, അവർ ഞെട്ടത്തേ ഉള്ളൂ. മൂന്നാമത്തെ വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞാൽ, മുന്നിൽ വന്ന അവസരത്തെ മനസ്സിലാക്കിയിട്ട് അത് ഏറ്റെടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ലോകത്ത് 80-90% ആൾക്കാരും ഞാൻ ആദ്യം പറഞ്ഞ 2 കാറ്റഗറിപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷെ ഒരു 10% ആൾക്കാരാണ് ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാർ. കാര്യം നമുക്കറിയാം, നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ കളിക്കാരായിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുണ്ടാവും. പക്ഷെ ഗോൾ അടിക്കുന്നത് ആരാണ്? കളത്തിലിറങ്ങി കളിക്കുന്നവൻ മാത്രമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്കിവിടെ 2 ചോയ്സാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഗാലറിയിൽ ഇരുന്ന് കളി കാണാം. ഇവിടെ രാംദാസ് സാർ വിദേശയാത്രയ്ക്ക് പോയി, രവീന്ദ്ര സാർ വിദേശയാത്രയ്ക്ക് പോയി, പ്രകാശ് സാർ വിദേശയാത്രയ്ക്ക് പോയി, തുളസ് സാർ വിദേശയാത്രയ്ക്ക് പോയി, ലേന മനോജ് 23ഓളം വിദേശയാത്രയ്ക്ക് പോയി. ഇതൊക്കെ കണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം അവർ ജയിച്ചത്, അവർ പോയത് ഇതുകൊണ്ടാണ്, അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. ആദ്യത്തെ ചോയ്സാണ്. രണ്ടാമത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ, ഇത് ഏറ്റെടുക്കുന്ന, കളത്തിലിറങ്ങി കളിക്കുന്ന കളിക്കാരനാകുക എന്നുള്ളതാണ്. അപ്പൊ കളത്തിലിറങ്ങി കളിക്കുന്ന കളിക്കാരനാകണം എന്നുണ്ടെങ്കിൽ, ഗോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ 2 കാര്യം വേണം. ഒന്നൊരു ലക്ഷ്യം വേണം. എന്താണ് നമുക്ക് നേടേണ്ടത്? കാര്യം മോഡിക്കർ എന്ന് പറഞ്ഞ ഈ അവസരം പ്രകാശ് സാർ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ പ്രൂവൺ ഓപ്പർച്യൂണിറ്റി. ഇനി ഇത് വിജയകരമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ചോദ്യവുമില്ല. കാര്യം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതം മാറ്റിക്കഴിഞ്ഞു. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എന്നെപ്പോലുള്ള ധാരാളം ലീഡേഴ്സിന്റെ ജീവിതം മാറ്റിക്കഴിഞ്ഞു. അവരൊക്കെ ലക്ഷങ്ങൾ പ്രതിമാസ വരുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. വെറും 5ാം ക്ലാസ്സുകാരിയെ ജെസ്സി പീറ്റർ കേരളത്തിൽ 3.5 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്നുണ്ട്. സണ്ണി സാർ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ 5 ലക്ഷത്തിന് മേൽ പ്രതിമാസ വരുമാനം വാങ്ങുന്നുണ്ട്. ജെബിസ് എന്ന് പറയുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ, എന്റെ അപ്ലൈൻ ആയിട്ടുള്ള ജെബിസ് സാറിന്റെ വൈഫ്, അദ്ദേഹം മരിച്ചുപോയിട്ട് 5 വർഷമായി. മൂഡിക്കർ ചെയ്ത ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പൊ 4.5 ലക്ഷം രൂപ പാസീവ് ഇൻകമായി വാങ്ങുന്നുണ്ട്. ഡിയർ ഫ്രണ്ട്സ്, 10 പ്രോഡക്റ്റുമായി തുടങ്ങി ഈ കമ്പനിക്ക് 700-ലധികം ഉൽപ്പന്നങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ, ഓരോ ഉൽപ്പന്നവും വളരെ എക്സ്റ്റെൻസീവായ റിസർച്ചിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഹൈ കമ്മിറ്റ്മെന്റ് ആണ് ഈ കമ്പനിക്കുള്ളത്.
അപ്പൊ അത്രയും പ്രോഡക്റ്റിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ ഇതൊരു സക്സസ്ഫുൾ ബിസിനസ്സാണ്. അപ്പൊ ഇവിടെ സക്സസ് ആകേണ്ടത് നമ്മളാണ്. നമ്മളിത് ഏറ്റെടുക്കണം, നമ്മളുടെ സ്വന്തം ബിസിനസ്സായി ഏറ്റെടുക്കണം. പ്രതിസന്ധികൾ തീർച്ചയായും ഉണ്ടാവും. കാര്യം വിജയിക്കാൻ തീരുമാനിക്കുന്ന ഒരുത്തന് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകും. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഡൽഹിയിൽ മാത്രമേ ഒരു ഓഫീസ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്താൽ 2 ആഴ്ച 3 ആഴ്ച കാത്തിരിക്കണമായിരുന്നു. ചിലപ്പോൾ 1 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോഴും ഓർഡർ ചെയ്താൽ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം നിങ്ങളുടെ വീട്ടുപടിക്കൽ സാധനം വരും. അങ്ങനെ ഇന്ത്യയിലുള്ള ഓരോ കസ്റ്റമേഴ്സിന്റെ വീട്ടുപടിക്കൽ കമ്പനി സാധനം എത്തിച്ചു കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്ത് എളുപ്പമായി ഇത് ചെയ്യാൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കട ഒന്ന് മാറ്റുക, ഒന്ന് നമ്മുടെ ചെലവിനെ വരുമാനമാക്കി മാറ്റുകയാണ്. നമ്മൾ മാസം തോറും 10,000-കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ, പല ഉൽപ്പന്നങ്ങൾ കടകളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതിൽ മോഡിക്കേറിലുള്ള ഉൽപ്പന്നങ്ങൾ അത് മോഡിക്കേറിൽ നിന്ന് വാങ്ങാം. അപ്പൊ നമ്മളൊരു കൺസ്യൂമറുമായി ഒരേ സമയം വിതരണക്കാരനാകാം. വിതരണക്കാരനായിട്ട് 2 ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. ഒന്ന്, നമ്മൾ മോഡിക്കേണ്ട ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഉപയോഗിച്ച് ബോധ്യപ്പെട്ട ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊന്ന്, പ്രകാശ് സാർ പറഞ്ഞതുപോലെ ഒരു 4 ബിസിനസ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തി മോഡിക്കേറിലേക്ക് കൊണ്ടുവന്ന് അവരെ ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ ടീം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകളിൽ റെഗുലറായി അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ മോട്ടിവേറ്റ് ആകണം. എല്ലാ ട്രെയിനിങ്ങുകളും നിങ്ങൾ പങ്കെടുക്കണം. വിജയിക്കുന്ന ആൾക്കാർ എല്ലാ ട്രെയിനിങ്ങുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. പി ടി ഉഷ ഒരിക്കലും ഒരു സുപ്രഭാതത്തെ എടുത്ത് ഉണർന്നു പോയി ഓടി കപ്പ് നേടിയതല്ല, മെഡൽ നേടിയതല്ല. അവർ നിരന്തര പരിശീലനത്തിലൂടെ. അതുപോലാണ് ഈ ബിസിനസ് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ആശയമാണ് ഡയറക്ട് സെല്ലിംഗ്. നിരന്തരമായ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. അപ്പം ഇതുപോലുള്ള ധാരാളം ആൾക്കാർ നമ്മളെ പട്ടണം എന്നൊന്നുമില്ല, ഗ്രാമപ്രദേശം, നമ്മളിവിടെ നാസർ ഖാൻ ആൻഡ് ലൈല നാസർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഈ പ്ലാറ്റ്ഫോമിൽ ഇരിപ്പുണ്ട്. അവർ വിതുര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. നിരവധി വിദേശയാത്രയാണ് മോഡിക്കലിലൂടെ അവർ നേടിയെടുത്തത്. അവര് റബ്ബർ എസ്റ്റേറ്റ് വാങ്ങി വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു 2 നില വീട് ഉൾപ്പെടെയുള്ള കട ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങി പാർട്ട് ടൈമായി ചെയ്തുകൊണ്ട്. അപ്പം മനസ്സുള്ള ആൾക്കാർക്ക്, ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ പ്ലാറ്റ്ഫോമാണ് ജീവിതത്തിൽ പറന്നുയരാൻ വേണ്ടിയിട്ട്. അതിന് നിങ്ങൾക്ക് സഹായിക്കേണ്ട. പ്രസന്റേഷൻ കേട്ട ഓരോരുത്തരും ഇതിൽ നിന്നുള്ള മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ബിസിനസ് വ്യക്തമായി പഠിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.